നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്ലഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോ താടിക്കാരനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. ഹീറോ നല്ല ഫിറ്റാണ്, നല്ല മണമുണ്ട്. എന്നാൽ വാമ്പയർ ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് ഫിറ്റ് ആയിട്ടില്ല. ഹീറോയിനോട് ചോദിക്കും എന്തൊക്കെയാ നടന്നത്, താടിക്കാരനോട് ചോദിച്ചോന്ന്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഹീറോയിൻ ചോദിക്കും, അന്ന് നീ എന്റെ കൂടെ വന്നിട്ട് അവര് എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് മദ്യം കുടിക്കാൻ പറഞ്ഞപ്പോൾ നീ കുടിച്ചില്ല. ഇന്ന് നീ 26 ഗ്ലാസ് മദ്യം കുടിച്ചു. ഇനി നീ എനിക്ക് വേണ്ടി മദ്യം കുടിക്കുമെന്ന്. എന്നാൽ ഹീറോ പറയും, അന്ന് എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പം നിന്നെ ഇഷ്ടം. നിനക്ക് വേണ്ടി ഒരു 4 ഗ്ലാസ് വരെയൊക്കെ ഇപ്പൊ ഞാൻ കുടിക്കുമെന്ന്. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ നാണാവും. പണ്ട് ഹീറോയ്ക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നല്ലോ, എന്നാൽ ഇപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ. രണ്ടുപേരും കൂടെ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ പരിപാടി എന്ന് ഹീറോയിൻ ചോദിക്കും. കാരണം ഇപ്പൊ ഒരാൾ കൂടെ അറിയാലോ ഹീറോ ഒരു വാമ്പയർ ആണെന്ന്. ഇനി എന്താന്ന് അവർക്ക് ആർക്കും അറിയില്ല. പിറ്റേ ദിവസം ഹീറോ വന്നിട്ട് വില്ലനെ കാണും. വില്ലനോട് പറയും അവൻ ഈ വാർഡിലുള്ള പേഷ്യൻസിനെ നോക്കാൻ കഴിയില്ല, കാരണം ആ ഡ്രഗ് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്റ്റാണ് വരുന്നത്. അത് ഏറ്റെടുക്കാൻ അവനെ കൊണ്ട് കഴിയില്ല എന്ന്. വില്ലൻ ചോദിക്കും, നീ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിനക്ക് ഈ വാർഡിൽ വർക്ക് ചെയ്യണമെന്നല്ലേ, ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്കിപ്പോ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകും. വില്ലന് വലിയ റെസ്പെക്ട് ഒന്നും ഹീറോ കൊടുക്കുന്നില്ല. കാരണം ഹീറോയ്ക്ക് ഒരു ഡൗട്ട് എന്ത്, വില്ലനാണോ ഇനിയിപ്പോ ഹീറോന്റെ അച്ഛനെ അമ്മയെ കൊന്നേന്ന്. അതുകൊണ്ട് തന്നെ വലിയ റെസ്പെക്ട് ഒന്നും കൊടുക്കുന്നില്ല. ഈ നേരം നമ്മുടെ താടിക്കാരനാണെങ്കിൽ കഴിഞ്ഞ ദിവസം കുടിച്ചതിന്റെ കെട്ടിറങ്ങാതെ തലവേദന ചവിടിയിരിപ്പുണ്ട്. കൂടെ തന്നെ കൂട്ടുകാരി ഈ തലവേദന മാറാനായിട്ട് എന്തൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. താടിക്കാരൻ അതിന്റെ ഇടയ്ക്ക് ചോദിക്കും, ഞാൻ നിന്നോടൊരു ബെറ്റ് വെച്ചില്ലായിരുന്നോ, അതായത് ഹീറോ വാമ്പയർ ആണെന്ന് തെളിയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഡ്രസ്സൊന്നും ഇല്ലാതെ ഓടിപ്പോവാന്ന്. അത് സത്യമായിട്ട് നീ ബെറ്റ് വെച്ചാണോ? ഇനിയിപ്പോ അങ്ങനെയൊക്കെ ബെറ്റ് വയ്ക്കാൻ പറ്റുമോ? ഞാൻ നിന്റെ ഒരു സാറ് ഇതുപോലല്ലേ, അപ്പൊ നീ എന്നോട് അങ്ങനെ ബെറ്റ് വയ്ക്കാൻ പറ്റുമോ? നിന്റെ ഒരു സീനിയർ അല്ലേ. എന്നാല് പെൺകുട്ടി പറയും, ബെറ്റ് എന്ന് പറഞ്ഞാൽ ബെറ്റായിരിക്കും, അതിന് സീനിയറും ജൂനിയറും എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയെങ്കിലും ആവുകയാണെങ്കിൽ നിങ്ങൾ ഇതൊരു ഓടേണ്ടി വരുമെന്ന് പറയും. താടിക്കാരന് വേറെ മാർഗ്ഗമില്ല, ബെറ്റും വെച്ച് പോയി. ഹീറോ വാമ്പയറും ആണ്. അങ്ങേരുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോ നിക്കർ വിട്ട് ഇതൊരു ഓടുന്നത് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ ആ പാവം പെൺകുട്ടിക്ക് ഇനി മനസാക്ഷി വല്ലതും തോന്നിയിട്ട് അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലോ അറിയാൻ പാടില്ല. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഒന്ന് കരുതിയിരുന്നോ, അങ്ങനെ വല്ല സീനും കാണും. ഈ നേരം നമ്മുടെ ഹീറോയിനും കൂടെ ആ സിസ്റ്ററിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. സിസ്റ്ററിന് ഒട്ടും സുഖമില്ല, മരിക്കുന്നതിന്റെ ഏകദേശം അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ചെറിയ രീതിയിലേ കാണാൻ പറ്റത്തുള്ളൂ. സിസ്റ്റർ പറയും, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല എന്ന്. ഹീറോയിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ തൊട്ടു നോക്കി ഫീൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൈയെടുത്ത് ഹീറോയിന്റെ കവളിൽ വെക്കും. അവൾക്ക് നല്ല വിഷമമുണ്ട്, സിസ്റ്ററിന്റെ മരണം അടുത്തടുത്ത് വരുവാണ്. പിന്നീട് ഹീറോയിനെ വിളിച്ചൊരു റൂമിൽ വന്നിട്ട് അവളെ സമാധാനപ്പെടുത്തും. നീ ഒന്ന് കരുതിയിരുന്നോണം, എപ്പം എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എന്ന്. ഹീറോയിനും അറിയാം സിസ്റ്റർ അധികം വൈകാതെ തന്നെ മരിച്ചു പോകുന്നു. ഹീറോ അവളോട് അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്, അവളൊന്ന് കരുതിയിരുന്നോളാനെ, ഇനിയിപ്പം പെട്ടെന്നായിട്ട് അവള് വിഷമിക്കാൻ പാടില്ലല്ലോ. ഇവൻ ഭയങ്കര സമാധാനപ്പെടുത്തി സംസാരിക്കുന്നത് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ കൈയെടുത്ത് അവന്റെ കവളിൽ വെച്ച് നോക്കും. നീ ഇത്രയും പനിയെടുത്ത് ചൂടായി നിൽക്കുന്നത് കൊണ്ടാണോ ഇത്രയും നല്ല രീതിയിൽ സമാധാനിപ്പിക്കുന്നത്, അല്ലാതെ നിന്റെ മനസ്സറിഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണോ എന്ന്. പക്ഷെ ഹീറോ മനസ്സറിഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ്. അവൻ അവളുമായിട്ട് ഇഷ്ടത്തിലായി, അതുകൊണ്ടാണ് അവളോട് അങ്ങനെ പെരുമാറുന്നത്, അല്ലാതെ മരുന്നെടുത്തത് കൊണ്ടൊന്നുമല്ല. കട്ട് ചെയ്താൽ മാനേജർ സ്പൈയെ വിളിക്കുന്നുണ്ട്. സ്പൈയോട് കളർ മുടിയെ പറ്റി അന്വേഷിക്കാൻ പറയുന്നുണ്ട്. കളർ മുടി താമസിച്ചിരുന്ന ഫ്ലാറ്റ്, അവളുടെ കാറ്, അവൾ എവിടെ പോയെന്നൊക്കെ. അവളെ കാണാനില്ല. ഇത്ര പെട്ടെന്ന് എങ്ങനെ US-ലോട്ട് പോകും? അതുകൊണ്ട് തന്നെ അവർക്ക് ഡൗട്ടാണ്. കട്ട് ചെയ്താൽ ഹീറോ എന്തോ ഒരു കാര്യത്തിനായിട്ട് വില്ലന്റെ കൂടെ എന്തോ ഒരു സർജറിക്കായിട്ട് പോവുകയാണ്. ആ സമയം ഹീറോ വില്ലനോട് പറയും, നമ്മുടെ എതിർ ഗ്രൂപ്പിലുള്ള ശത്രുക്കള് ഇതേ എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് നല്ല രീതിയിൽ ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെന്നെ സഹായത്തിനായിട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവുമെന്ന് പറയുന്നുണ്ട്. അതായത് ഹീറോ വില്ലൻ ഇട്ടൊരു കുത്തുന്നത് പോലെ, വില്ലന്റെ ഭാഗം അവൻ നിൽക്കില്ല എന്ന് പറയുന്നത് പോലെ. വില്ലൻ അവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഹീറോ ഇവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. ഹീറോ ഒരു റെസ്പെക്ട് ഇല്ലാതെയാണ് വില്ലനോട് പെരുമാറുന്നത് കുറച്ച് ദിവസമായിട്ട്. വില്ലന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അങ്ങനെ നിന്നു കൊടുക്കുന്നതാണ്, വേറെ മാർഗ്ഗമില്ല. വില്ലന് മനസ്സിലായി ഹീറോ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ വില്ലന്റെ ഭാഗം നിൽക്കത്തില്ല എന്ന്. ഇതിനുശേഷം ഹീറോ നേരെ പോയി കാണുന്നത് താടിക്കാരനെയാണ്. താടിക്കാരന് കുറ്റബോധം അടിച്ചിട്ട് പുള്ളിക്കാരൻ പുതിയൊരു മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ഒരു വാക്സിൻ പോലെ ഈ വൈറസിനെതിരെ. ഹീറോയ്ക്ക് അത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അത് നടന്നിട്ടില്ല. ഇപ്പൊ ഹീറോന്റെയും അതുപോലെ തന്നെ ഹീറോന്റെ കൂട്ടുകാരന്റെ ഹെൽപ്പ് താടിക്കാരന് ആവശ്യമുണ്ടെന്ന് പറയും. ഹീറോ അതിന് സമ്മതിക്കുന്നുണ്ട്, ആ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഹീറോയ്ക്ക് മനുഷ്യനാവണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, എന്നാൽ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ല. അവർ ഒരുപാട് വർഷമായിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്തതാണ്. എന്നാൽ ഇപ്പം താടിക്കാരൻ അതിനുവേണ്ടി വാക്സിൻ കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുമാത്രം പോസിബിൾ ആണെന്ന് അറിയാൻ പാടില്ല. രാത്രി ആവുന്ന സമയത്ത് വില്ലൻ സിസ്റ്ററിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. സിസ്റ്റർ ഉറക്കത്തിലാണ്. സിസ്റ്ററിനെ നോക്കി നിന്നിട്ട് സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത്. ദൈവം വിധിച്ച സമയത്ത് മരിച്ചു പോകണമെന്ന്, അല്ലാതെ അവർക്ക് ഇനിയും ജീവിക്കേണ്ടെന്ന്. ആ സമയം സിസ്റ്റർ എണീക്കും. സിസ്റ്റർ ആരാണെന്ന് ചോദിക്കുമ്പോൾ വില്ലനാണെന്ന് പറയും. സിസ്റ്ററിന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ്. സിസ്റ്ററിനോട് വീണ്ടും ചോദിക്കും, സിസ്റ്ററിന് ഒരുപാട് കാലം ജീവിക്കണോ, ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാന്ന്. എന്നാൽ സിസ്റ്റർ പറയും, ദൈവം വിളിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പോകണമെന്ന്. സിസ്റ്ററിന് ഒരുപാട് കാലം ജീവിക്കേണ്ട കാര്യമില്ല, ദൈവമാണ് വലിയവൻ, ദൈവം എഴുതിയ സമയത്ത് തന്നെ പോകണമെന്ന്. എന്തായാലും വില്ലൻ അതിന് സമ്മതിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ വില്ലൻ മനസ്സിലൊരു കാര്യം ചിന്തിക്കും, ഞാൻ ദൈവം ആവാൻ നോക്കുന്നതല്ല, പക്ഷെ ദൈവത്തിന്റെ കീഴിൽ
പിന്നിൽ നിൽക്കാൻ നോക്കുന്നതല്ലാന്ന്. അതായത് ദൈവത്തിന്റെ സഹായം കൂടുതലായിട്ട് അവൻ ഏറ്റുവാങ്ങാൻ തയ്യാറല്ല, ദൈവത്തിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവൻ തയ്യാറല്ല, പകരം അവൻ ദൈവം ആവാൻ നോക്കുന്നതല്ല എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിന്റെ റൂമിൽ എന്തോ ചെയ്യാണ്. ഇപ്പൊ അവളുടെ റൂം പോലാണ്. ആ സമയം ഹീറോ അനുവാദം ഇല്ലാതെ അകത്തോട്ട് കയറി വരും. അവള് ചീത്ത പറയും, എന്താണ് അനുവാദം ഇല്ലാതെ കയറി വന്നേനെ. അപ്പൊ അവൻ പേടിച്ച് വിറച്ചൊരു കാര്യം പറയാം അവളോട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ വിഷമിക്കാൻ പാടില്ല, സിസ്റ്ററിന് വയ്യാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലും. സിസ്റ്ററിന് ഭയങ്കര സീരിയസ് ആണ്, മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള മിനിറ്റുകളാണ്. ഹീറോയിൻ സിസ്റ്ററിന്റെ കൈ പിടിച്ച് അവിടെ ഇരുന്ന് കരയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ സിസ്റ്റർ മരണപ്പെട്ടു പോവാണ്. എല്ലാവർക്കും ഒരുപാട് വിഷമാവുന്നുണ്ട്. പിന്നീട് സിസ്റ്ററിന്റെ മരണ ചടങ്ങിന് ശേഷം ഹീറോയിന്റെ കൂടെ തന്നെ ഹീറോ ഇരിപ്പുണ്ട്. കാരണം ഹീറോയിന് ഒരുപാട് വിഷമാണ്, അവളെ ഒറ്റയ്ക്കാക്കാൻ പാടില്ലല്ലോ. അവള് വിഷമിച്ചിട്ട് ഹീറോനോട് ചോദിക്കും, സിസ്റ്റർ ഇപ്പം ഈ ഭൂമിനെ കാട്ടി നല്ലൊരു ലോകത്തായിരിക്കും അല്ലേ എന്ന്. എന്നാൽ ഹീറോ പറയും, ഒരിക്കലും അല്ല, സിസ്റ്റർ ഇപ്പൊ പുനർജനിച്ച് കാണും, ഇതേ ലോകത്ത് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സിസ്റ്റർ വന്നു കാണുമെന്ന്. ഹീറോയിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവള് കരയുമ്പോൾ ഹീറോ പതിയെ അവന്റെ തോളില് അവളെ ചാരി കിടത്തുകയാണ്, അവളുടെ വിഷമം മാറാനായിട്ട്. രാത്രിയാവുന്ന സമയത്ത് ഹീറോയിൻ ഉറങ്ങുന്നില്ല. അവൾക്ക് നല്ല വിഷമായതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. ഹീറോ അങ്ങോട്ട് വന്നിട്ട് അവളോട് ഉറങ്ങാൻ പറയുമ്പോൾ അവൾ ഉറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്ത് എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിരുത്. അവളോട് പറയും, നീ വിഷമിക്കാൻ പാടില്ല, എനിക്ക് വിഷമം വരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്, അത് നിനക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് കളർ ബുക്ക് എടുത്ത് അവൾക്ക് കൊണ്ട് കൊടുക്കും കളർ അടിക്കാനായിട്ട്. അവൻ ഈ കളറൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവന്റെ കൂട്ടുകാരൻ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ഇത് ഹീറോയിൻ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. ഹീറോയിനോട് കളർ അടിക്കാനായിട്ട് പറയും. കളർ അടിക്കുമ്പോൾ വിഷമം പോകുന്നത്. അവൻ മൊത്തം പിങ്ക് വെച്ച് കളർ അടിക്കാനാണ് പറയുന്നത്. കാരണം ഹീറോയിനെ കണ്ടത് പിങ്കിലാണല്ലോ, അതുകൊണ്ട് തന്നെ അവന് പിങ്ക് കളർ ഒരുപാട് ഇഷ്ടമാണ്. മരത്തിനും പച്ചലയ്ക്കും എല്ലാത്തിനും പിങ്കാണ് കൊടുക്കാൻ പറയുന്നത്. ഹീറോയിനും അതനുസരിച്ച് പിങ്ക് കൊടുക്കുന്നുണ്ട്. അവൾക്ക് ചിരി വരുന്നുണ്ട്. കാരണം അവളോടുള്ള ഇഷ്ടം കാരണമാണ് അവൻ പിങ്കിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആദ്യമായിട്ട് അവളെ കണ്ടപ്പോൾ അവള് പിങ്ക് ഡ്രസ്സ് അല്ലായിരുന്നു ഇട്ടിരുന്നത്, പിങ്ക് തൊപ്പി, പിങ്ക് ഡ്രസ്സ്, അതെല്ലാം ഇപ്പോഴും അവന് ഓർമ്മയുണ്ട്. ഈ സമയം കൂട്ടുകാരനാണെങ്കിൽ CCTV പരിശോധിക്കുമ്പോൾ പ്രത്യേകതരം CCTV വെച്ചാണ് പരിശോധിക്കുന്നത്. കാരണം ടെമ്പറേച്ചർ വെച്ചാണ് പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ വീട്ടിന്റെ പുറത്ത് ആരോ ഓടി പോകുന്നതായിട്ട് അവന് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഹീറോയിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തും, ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് കാണിച്ചു കൊടുക്കുമ്പോൾ അതൊരു വാമ്പയർ ആണ്, ഇഞ്ചക്ഷൻ എടുത്ത വാമ്പയർ ആണ്. സാധാ വാമ്പയർ അല്ല, ഇഞ്ചക്ഷൻ എടുത്ത വാമ്പയർ ആണ്. കാരണം ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. മനുഷ്യനെ കാട്ടിയും ചില സ്ഥലത്ത് വ്യത്യാസമുണ്ട് ടെമ്പറേച്ചർ. ചിലയിടത്ത് ഇങ്ങനെ പതറി കിടക്കാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ അത് മനസ്സിലായി. ഈ നേരം നമ്മുടെ വില്ലനാണെങ്കിൽ വൈനൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുമ്പോൾ കോണിംഗ് ബെല്ല് കേൾക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ലിഫ്റ്റ് തുറക്കാണ്. പെട്ടെന്ന് തന്നെ അവനൊരു വാമ്പയറിനെ ഹീറോയിനെ ഉപദ്രവിക്കാനായിട്ട് ഏർപ്പെടുത്തിയില്ലായിരുന്നു. അവൻ തറയിൽ വന്ന് വീഴും. ഹീറോയും ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരും. ഹീറോ അവനെ പിടിച്ചിട്ടുണ്ട്, ആ വാമ്പയറിനെ. ഹീറോന്റെ അമ്മേനെ കൊന്ന വാമ്പയർ തന്നെയാണ്. എന്നാൽ ഹീറോ അവനെ കൊന്നിട്ടില്ല. വില്ലനോട് പറയും, ഞാൻ അവനെ കൊന്നിട്ടില്ല, കുറച്ചധികം സെഡേറ്റീവ് കൊടുത്തു, ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കത്തുള്ളൂ. ഇപ്പൊ വില്ലൻ ചോദിക്കും, നീ എന്തിനാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്. അപ്പൊ ഹീറോ പറയും, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഈ വാമ്പയറിനെ കൊല്ലാനായിട്ട് നടക്കുകയാണ്, അതുമല്ല ഈ വാമ്പേഴ്സ് നിങ്ങളെ കൊല്ലാനായിട്ട് നടക്കുകയാണെന്ന്. എന്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങളെന്തായാലും ഈ വാമ്പേഴ്സ് ഉപദ്രവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വാമ്പയറിനെ അങ്ങ് കൊന്നേക്കാൻ. വില്ലന്റെ ആളിനെ വില്ലനോട് തന്നെ കൊല്ലാൻ പറയാണ്. ഹീറോയ്ക്ക് അറിയാം ഇത് വില്ലന്റെ ആള് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ വില്ലനോട് കൊല്ലാൻ പറയും. ഇനിയിപ്പം വില്ലൻ അത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. ഹീറോ ഇപ്പൊ അതും പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഹീറോ അന്നും അറിയാത്തതുപോലാണ് വില്ലനോട് പെരുമാറുന്നത്. എന്നാൽ ഹീറോന്റെ ഉള്ളിലൊക്കെ വേറെയാണ്. വില്ലന്റെ ആളിനെ തന്നെ വില്ലനെ വെച്ച് കൊല്ലുകയാണ്. ഹീറോ അവിടെ നിന്ന് പോയതിനു ശേഷം വില്ലൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് സ്റ്റക്കായിട്ട്. സ്വന്തം ആളിനെയാണ് കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അതുമല്ല ഹീറോ പറഞ്ഞിട്ടുണ്ട് വില്ലനോട് ഇവനെ കൊന്നതിന് ശേഷം ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ട്. ഇവനെ കൊന്ന നിലയിൽ അറിയാൻ പാടില്ല. പിന്നീട് ഹീറോ അവന്റെ വീട്ടിൽ ചെന്നാലും ബാക്കിയുള്ള ആൾക്കാരോട് കാര്യം പറയും, ഇതേപോലെ വില്ലന് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ഇവർക്കെല്ലാവർക്കും അറിയാം വില്ലൻ എന്തോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, വില്ലന്റെ ആൾക്കാരാണോ ഇതെന്ന്. പക്ഷെ ഉറപ്പില്ല വില്ലൻ ഉപയോഗിക്കുന്ന ആ മരുന്ന് എങ്ങനെ അവന്മാർക്ക് കിട്ടി. അതുകൊണ്ടാണ് ആകെ ഡൗട്ട്. ഇപ്പൊ വില്ലൻ അവന്റെ കൂട്ടാളിനെ കൊന്നാലും കൊന്നില്ലേലും പ്രശ്നമാണ്. കൊന്നാലും വില്ലൻ ഒരു മോശപ്പെട്ട വ്യക്തിയാണ്. കാരണം കൂടെ ഉള്ള ആളെ കൊന്നില്ലേ, ഇനിയിപ്പോ കൊന്നില്ലെങ്കിൽ ഹീറോനെ ചതിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ വില്ലൻ കുടുങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ നേരം വില്ലനാണെങ്കിൽ അവന്റെ അടിയാളിനെയും അതേപോലെ മറ്റേ വാമ്പയറിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൂട്ടാളിയോട് ഈ തെറ്റ് ചെയ്ത വാമ്പയറിനെ കൊന്നു കളയാൻ പറയും. എന്നാൽ കൊല്ലാൻ പറ്റത്തില്ല അവനെ കൊണ്ട്. കാരണം അവനെ സഹോദരനെ പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ 40 വർഷത്തെ പരിചയമുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വില്ലനോട് പറയുമ്പോൾ വില്ലന് ദേഷ്യം വന്നിട്ട് അവന്റെ വാമ്പയർ രൂപം പുറത്തു വരുവാണ്. വില്ലൻ വാമ്പയറിനെ ആക്രമിക്കും, അവനെ വലിച്ചു ദൂരോട്ടെറിയും. എന്നാൽ വില്ലന് കൊല്ലാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത്. കട്ട് ചെയ്താൽ ഹീറോയിനെയും കാണിക്കുമ്പോൾ ഹീറോയ്ക്ക് ഇന്ന് രാത്രി ഉറക്കം കിട്ടുന്നില്ല. കാരണം അവന് പനിയാണ്. അതുകൊണ്ട് തന്നെ നേരെ ചെയ്ത് ഉറക്കം കിട്ടുന്നില്ല. ഹീറോയിൻ അങ്ങോട്ട് വരും, എന്താ ഉറങ്ങാതെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് പനിയാണെന്ന് അവൻ പറയും. അതുമല്ല ഇവന് ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവനെ റൂമിലോട്ട് വിളിക്കും, അവിടെ പോയി കിടക്കാനേ അവളുടെ കൂടെ. അവൻ തറയിലും അവള് ബെഡിലും. എന്നാലും അവൻ പറയും, ഞാൻ നിന്റെ കൂടെ ഒന്നും വരത്തില്ല, അങ്ങനെ കിടക്കുന്ന ശരിയല്ലാന്ന്. എന്നാൽ ഹീറോയിൻ പറയും, അതൊന്നും സാരമില്ല, നീ തറയിലല്ലേ കിടക്കുന്നതെന്ന്. ഇതും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഹീറോ വിടില്ല, അവളുടെ കയ്യിൽ പിടിക്കും. നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ കുറച്ചു നേരം കൂടെ എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ, എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഹീറോയിനെ സമ്മതിക്കും. ഹീറോ ഉറങ്ങുന്നത് വരെ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് ഹീറോയിനും അവന്റെ കൂടെ ഇരിപ്പുണ്ട്. പിറ്റേ ദിവസം ഹീറോ
ഹീറോ ഹോസ്പിറ്റലിൽ ചെല്ലും. നേരെ വില്ലനെ കണ്ടിട്ട് ആ വാമ്പയറിനെ കൊന്ന ഫോട്ടോ കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കും. എന്നാൽ വില്ലൻ കള്ളം പറയും, വാമ്പയറിനെ കൊന്നു, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന്. എന്നാ പിന്നെ ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഹീറോയ്ക്ക് അറിയാം വില്ലൻ അവനെ കൊന്നിട്ടില്ല എന്ന്. പുറത്ത് തന്നെ ഹീറോയിൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നേരെ ചെല്ലുന്നത് ആ വാർഡിലാണ്, ആ പ്രത്യേകതരം വാർഡിൽ. അവിടുത്തെ നേഴ്സിനോട് സിറിഞ്ചും സൂചി എടുക്കാൻ പറയും, എന്തോ ഒരു ആവശ്യത്തിനായിട്ട്. എന്നാൽ നേഴ്സുമാർക്ക് പേടിയാണ് ഇനി പ്രശ്നമാവുന്നത്. പക്ഷെ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഹീറോ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ട് സിറിഞ്ച് സൂചി എടുത്തിട്ട് നേരെ പേഷ്യൻസിന്റെ അടുത്ത് ചെല്ലും. എന്തിനാന്നല്ലേ, ബ്ലഡ് എടുക്കാനായിട്ടാണ്, അത് ചെക്ക് ചെയ്യാനായിട്ട്. കൂടെ തന്നെ ജൂനിയർ പെൺകുട്ടിയുണ്ട്, അവള് ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ഈ വിവരം വില്ലൻ അറിയുന്നുണ്ട്. വില്ലൻ കുറെ അധികം സെക്യൂരിറ്റീസിനെ അങ്ങോട്ട് പറഞ്ഞു വിടും. ഹീറോയിനും ബ്ലഡ് സാമ്പിൾ ഒക്കെ എടുക്കുന്നുണ്ട്, എല്ലാവരുടെയും എടുക്കുന്നുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യന്റെ ബുദ്ധിക്കുറവുള്ള പെൺകുട്ടിയുടെ അതുപോലെ തന്നെ അഹങ്കാരിയുടെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് സെക്യൂരിറ്റീസ് വരും. ഹീറോനെ മിരട്ടും, മര്യാദയ്ക്ക് ആ സാമ്പിൾ തന്നു എന്നിട്ട് പൊക്കോളാൻ. എന്നാൽ ഹീറോ പറയും, ഞാൻ 5 വരെ എണ്ണുമെന്ന്. ഹീറോയിനും കൂടെ കൈ പൊക്കും 5 കാണിച്ചിട്ട്. ഞാൻ 5 വരെ എണ്ണണതിന് മുമ്പ് നിങ്ങൾ എന്നെ വെറുതെ വിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ആശുപത്രിയിൽ കിടപ്പിലാവുമെന്ന് പറയും. എന്നാൽ അവന്മാര് കേൾക്കില്ല. ഹീറോ 5 വരെ എണ്ണും, 1 2 3 4 5. പിന്നെ അങ്ങോട്ട് അടിയാണ്. ഹീറോയിൻ ഇതെല്ലാം കണ്ട് അവിടെ നിൽപ്പുണ്ട്. അടിച്ച് എല്ലാത്തിനെയും താർമാറാക്കുന്നുണ്ട്. അതിൽ ഇത്തിരി അഹങ്കാരമുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ട്, ആ ഗുണ്ട് സെക്യൂരിറ്റിയില് അവനാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരം. അവൻ വന്ന് നിൽക്കുന്ന നിപ്പൊക്കെ കണ്ട ആളിനെ ഇപ്പൊ അടിച്ചു കൊല്ലുമെന്നാണ്. എന്നാൽ ഹീറോ ഇപ്പൊ പൊതിരെ തല്ലി എല്ലാത്തിനെയും തറയിലിടും. ആർക്കും എണീറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ഹീറോ ഒരു വാമ്പയർ ആണ്. അതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നീട് ഹീറോ മാസായിട്ട് അവിടെ നിന്ന് നടന്നു പോകും. ഹീറോയിനെ അവിടെ മാസായിട്ട് നിൽക്കുന്നുണ്ട്. സിസ്റ്ററിനോട് 2 ഡയലോഗൊക്കെ പറയുന്നുണ്ട്, കണ്ടോ ഡോക്ടർ അടിപൊളിയാണെന്ന്. ഇതും പറഞ്ഞ് അവളും പിന്നാലെ നടന്നു പോകും. മറ്റേ പെൺകുട്ടി അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അവളെ കൊണ്ട് തടയാനൊന്നും കഴിയില്ല. അവൾ തടഞ്ഞ അവളുടെ കള്ളത്തരം പിടിക്കപ്പെടത്തില്ലേ. അതേപോലെ ഈ വിവരം വില്ലനും അറിയുന്നുണ്ട്. ഹീറോ സെക്യൂരിറ്റീസിനെ എല്ലാം അടിച്ചിട്ടെന്ന്. വില്ലൻ ഒരിക്കലും വിചാരിച്ചില്ല ഹീറോ അങ്ങനെ ചെയ്യുമെന്ന്. സെക്യൂരിറ്റിയെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. എന്നാലും നടന്നില്ല. ഇതേ നേരം നമ്മുടെ താടിക്കാരനാണെങ്കിൽ ഹീറോ കൊടുത്ത് കുറച്ച് വിഷ്വൽസ് ഒക്കെ നോക്കുന്നുണ്ട് ആ വൈറസിനെ പറ്റിയിട്ട്. ഹീറോ ഡെവലപ്പ് ചെയ്ത ഒരു വാക്സിനെ പറ്റിയിട്ട്, അതായത് വാമ്പയർ ഹ്യൂമനായി മാറുന്ന ഒരു വാക്സിൻ. അതിനെയൊക്കെ പറ്റി അവിടെ നോക്കിയിരിക്കുമ്പോൾ അങ്ങോട്ട് കൂട്ടുകാരി വരും. കൂട്ടുകാരി വന്ന ഉടനെ ലാപ്പ് അടച്ചു വയ്ക്കും. കൂട്ടുകാരി ചോദിക്കും, എന്താ ഒളിപ്പിക്കുന്നത്, എന്നോടുകൂടെ പറ, എന്താന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡോക്ടർ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും അവള് വിശ്വസിക്കുന്നില്ല. എന്താന്ന് എന്നോട് പറയുന്നു പറയുമ്പോൾ അങ്ങോട്ട് ഹീറോയിൻ കയറി വരും. അവള് ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഡോക്ടറിനോട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് ചെക്ക് ചെയ്യാൻ പറയും. അതേപോലെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്ത് ഫൈറ്റ് ചെയ്യാണ്. കുറെ അധികം സെക്യൂരിറ്റീസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഹീറോന്റെ മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. ഹീറോ വാമ്പയർ ആണല്ലോ. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോ അകത്തോട്ട് വരും. ഇവർ ചെക്ക് ചെയ്യാനായിട്ട് ആ ഒരു മെഷീനിൽ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കറങ്ങിയിട്ട് അതിന്റെ ഓരോ സാമ്പിളും ലെയർ ആയിട്ട് മാറും. അങ്ങനെ ഒരു മെഷീൻ. ഇവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അങ്ങോട്ട് വില്ലൻ പ്രളപ്പെട്ട് ഡോറൊക്കെ തുറന്ന് അകത്തോട്ട് കയറി വരും. വില്ലൻ വന്നിട്ട് ഹീറോനോട് പറയും, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. നീ ഒരു മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എന്റെ കൂടെ വാന്ന് പറഞ്ഞ് ഹീറോനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഹീറോന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് സംസാരിച്ച് റെഡിയാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഹീറോനെ വിളിച്ചോണ്ട് പോയിരിക്കുന്നത്. ഹീറോനോട് പറയും, ഇത് സാധാരണ ജനങ്ങൾ അറിയുകയാണെങ്കിൽ വലിയധികം പ്രശ്നമായി മാറുന്നത്. എന്നാൽ ഹീറോ പറയും, ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ വാമ്പയർ ആണെന്ന്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അവർ പുറം ലോകം അറിയാതെ നോക്കിക്കോളൂ എന്ന്. അതുപോലെ വില്ലൻ ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എപ്പോഴും ഫെയിൽ ആയി പോലെ. അത് ഹീറോ നേരെ ചൊവ്വേ ഡെവലപ്പ് ചെയ്യാന്ന് പറയും. ആ ഡോക്ടറിന്റെ കൂടെ ചേർന്നിട്ട്, താടിക്കാരൻ ഡോക്ടറിന്റെ കൂടെ ചേർന്നിട്ട്. അത് ഹീറോ വലിയ റെസ്പെക്ട് ഇല്ലാതെയാണ് പറയുന്നത്. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഹീറോ റെസ്പെക്ട് ഇല്ലാതെ അങ്ങനെ പറയുന്നത്. വില്ലനും അതിന് സമ്മതിക്കും. വില്ലന് മനസ്സിലായി ഹീറോ റെസ്പെക്ട് ഇല്ലാതെയാണ് സംസാരിക്കുന്നതെന്ന്. എന്തായാലും വില്ലൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിന് സമ്മതിച്ചിട്ട്. ഹീറോയ്ക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട് വില്ലനോട്. വില്ലന് ചെറിയ ഡൗട്ട് ഉണ്ട് ഹീറോയ്ക്ക്. എന്നാൽ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. വില്ലൻ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. ഈ നേരം മാനേജർ ആണെങ്കിൽ സ്പൈനെ വിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എന്നാൽ അവള് താമസിച്ചിരുന്ന, അതായത് കളർ മുടി താമസിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അവളുടെ കാർ പാർക്കിങ്ങിലും ഉണ്ട്. അതിനർത്ഥം അവൾ ഇവിടം വിട്ട് പോയിട്ടില്ല, കൊറിയയിൽ തന്നെ ഉണ്ട്, ടിക്കറ്റും എടുത്തിട്ടില്ല. അപ്പൊ എന്തോ ഒരു സംശയം മാനേജറിന് തോന്നുന്നുണ്ട്. ഇതേ നേരം ജൂനിയർ പെൺകുട്ടി ആണെങ്കിൽ വില്ലൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, നീ നല്ല ലോയൽ ആയിരിക്കും, നല്ല ലോയൽ ആയിട്ടുള്ള വാമ്പയർ ആയിരിക്കും, എനിക്ക് വേണ്ടി പണിയെടുക്കുമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ. അതൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കും. അങ്ങോട്ട് ആ പെൺകുട്ടി വരും. ആ കൊച്ചു പെൺകുട്ടിയില്ലേ, ആ പാവപ്പെട്ട മനുഷ്യന്റെ പെൺകുട്ടി. ആ പെൺകുട്ടി വന്നിട്ട് എനിക്കൊരു ഉപകാരം ചെയ്തു തരുമെന്ന് ചോദിക്കും. ഇവർ രണ്ടൊരു ഭയങ്കര സ്നേഹത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഇനിയിപ്പോ വാമ്പയർ ആണെങ്കിലും ആ പെൺകുട്ടിക്ക് മനസാക്ഷി കാണണം, അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ ഹീറോ വില്ലനുമായിട്ട് സംസാരിക്കാൻ ഇറങ്ങിപ്പോയ സമയത്ത് അങ്ങോട്ട് ആ പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്. അവന്റെ ഒരു ചിരി ഉണ്ടല്ലോ, ആ ആക്കി ചിരിയായിട്ട് താടിക്കാരൻ ഡോക്ടറിന്റെ അടുത്ത് വന്നേക്കാണ്. റിസൾട്ട് വന്നിട്ടുണ്ട്. അത് എടുക്കാൻ പോകുമ്പോൾ കൂട്ടുകാരി സമ്മതിക്കുന്നില്ല. എന്നാൽ താടിക്കാരൻ പോയി എടുക്കാൻ പറയും. എന്നാൽ പുതിയ ഡോക്ടർ അനങ്ങാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ അവിടെ വഴക്ക് നടക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പുതിയ ഡോക്ടർ താടിക്കാരനെ ഉപദ്രവിച്ചിരുന്നേനെ. എന്നാൽ ഹീറോ അങ്ങോട്ട് എത്തി. ഹീറോ അവനെ പിടിയും. നീ എന്താണ് ഇവിടെ കയറി നിൽക്കുന്നത്, നീ ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ അവൻ ചിരിച്ചോണ്ട് ഇറങ്ങി പോകുന്നില്ല, ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ഞാൻ ആ റിസൾട്ട് തരാതെ പോകത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവനൊരു ഫോൺ കോൾ വരും. വിളിച്ചത് വില്ലനാണ്. വില്ലൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. ഇത് കേട്ട് അവന് വിഷമായിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എല്ലാം ചിരിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. എന്ത് മനുഷ്യനാണെന്ന് അറിയാൻ പാടില്ല. സോറി, മനുഷ്യനല്ല, വാമ്പയർ
വാമ്പയർ ആണ്. ഇപ്പം എവരുടെ മുമ്പിൽ നാണം കെട്ടില്ല, അതുകൊണ്ട് തന്നെ ആ നാണക്കെട്ടിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പെട്ടെന്ന് തന്നെ കൂട്ടുകാരി പോയി ആ റിസൾട്ട് നോക്കും. കൂട്ടുകാരി ആ റിസൾട്ട് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഹീറോയും അതുപോലെ തന്നെ താടിക്കാരനും പ്രതീക്ഷിച്ചില്ല കൂട്ടുകാരി പോയി ആ റിസൾട്ട് നോക്കുമെന്നേ. റിസൾട്ട് നോക്കിയാൽ ആ കൂട്ടുകാരിക്ക് മനസ്സിലാവും അത് വാമ്പയറിന്റെ ബ്ലഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ താടിക്കാരൻ വിളിച്ചു പറയാം റിസൾട്ട് തരാനായിട്ട്. എന്നാൽ അവൾ കൊടുക്കില്ല, അത് വായിച്ചു നോക്കുന്നുണ്ട്. ഇതിനുശേഷം അവൾ ഹീറോയിനെ വിളിച്ചുകൊണ്ട് റൂമിൽ വരും. ഹീറോയിനോട് പറയും, എടി വാമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഞാൻ ആ ബ്ലഡ് ടെസ്റ്റ് കണ്ടായിരുന്നു. അതിനർത്ഥം ആ വാർഡില് വാമ്പേഴ്സിനെയാണ് പരിശോധിക്കുന്നത്, വാമ്പേഴ്സിനെ ഉണ്ടാക്കുകയാണ് അവന്മാര്. എനിക്ക് വേറൊരു ഡൗട്ടോടെ ഉണ്ട്, ഹീറോ ഇനിയിപ്പോ വാമ്പയർ ആണോ? എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചൂടാവും. എന്തോ അടി നീ പറയുന്നത്, അവൻ വാമ്പയർ ആണെന്നോ? നിനക്ക് എന്താ വയ്യെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരി കളിയാക്കും, നീ അവന്റെ വീട്ടിലാണല്ലോ ഇപ്പൊ താമസിക്കുന്നത്, നിങ്ങൾ ലിവിങ് ടുഗദർ ആണോ? അവനെ പറ്റി പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം എന്താന്ന് ചോദിച്ചിട്ട് ഹീറോയിനെ ടീസ് ചെയ്യും. പക്ഷേ കൂട്ടുകാരിക്ക് ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ട്, ഹീറോ ഇനിയിപ്പോ ഒരു വാമ്പയർ ആണോന്ന്. അതുമല്ല റിസൾട്ടും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൗട്ട് ആവുന്നുണ്ട്. ഈ നേരം ആ പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ പുള്ളിക്കാരന്റെ ഭാര്യയോട് സംസാരിക്കുകയാണ്, ആ മരുന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ദേഷ്യം വരുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പുള്ളിക്കാരന്റെ മോൾ അങ്ങോട്ട് വരും. മോള് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അച്ഛന് കൊടുക്കാനായിട്ട്, അച്ഛനൊരു സമ്മാനമായിട്ട്. അച്ഛനിവിടെ ബോറടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ലെറ്റർ എഴുതി കൊടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ലെറ്റർ അറേഞ്ച് ചെയ്തേക്കുന്നത് കൂട്ടുകാരിയാണ്. കൂട്ടുകാരിയോട് ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ കാര്യമാണ്. ഇപ്പൊ ആ ലെറ്റർ കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ പൊട്ടിച്ച് വായിക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ കുട്ടി പിറകിലോട്ട് പിടിച്ച് വലിക്കും. ഇതിപ്പം വായിക്കണ്ട, അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വായിച്ചാൽ മതിയെന്ന്. എന്നാൽ ഈ വലിച്ച സമയത്ത് അച്ഛന്റെ കൈ മുറിഞ്ഞു. അച്ഛൻ ഒരുപാട് ദേഷ്യം വന്നിട്ട് ആ പെൺകുട്ടീനെ തള്ളി അങ്ങ് കളയും. അത് ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ്. തള്ളി കളഞ്ഞതിന് ശേഷമാണ് അച്ഛന് ബോധം വരുന്നത്. കൂടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവും. അതുപോലെ തന്നെ അച്ഛന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഞാൻ അറിയാതെ ചെയ്തതാന്ന് പറഞ്ഞിട്ട് ഇയാൾ ക്ഷമ പറയുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരുപാട് ദേഷ്യവും സങ്കടം വരുന്നുണ്ട്. അച്ഛൻ ഒരിക്കലും ആ കുട്ടിയോട് അങ്ങനെ പെരുമാറിയിട്ടില്ല ഇതുവരെ. ഇതാ ജൂനിയർ പെൺകുട്ടി കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ജൂനിയർ പെൺകുട്ടി പോയി പുതിയ ഡോക്ടറിനെ കാണും. പുതിയ ഡോക്ടറിനോട് ചോദിക്കും, ആ മനുഷ്യന് എന്ത് മരുന്നാണ് കൊടുക്കുന്നത് അത് എന്നോട് പറയാൻ. എന്നാൽ അയാൾ പറയുന്നില്ല. പറയാതെ പോകാൻ നിൽക്കുമ്പോൾ അവള് അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ പച്ച കണ്ണ് പുറത്തു കൊണ്ടുവരും. അതായത് അവള് വാമ്പയർ ആണ്. അതുപോലെ തന്നെ മറ്റവനും വാമ്പയർ ആണ്. അവന്റെ പച്ച കണ്ണ് പുറത്തു വരുന്നുണ്ട്. അവൻ കൈ തട്ടി മാറ്റിയിട്ട് പറയും, നിന്റെ കൂടെ വില്ലൻ കൂടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട, എന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കടി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അതും ചിരിച്ചുകൊണ്ട്, ദേഷ്യം വരുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവനെന്തോ മാനസിക പ്രശ്നം മറ്റും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ നേരം നമ്മുടെ ഹീറോ, ഹീറോയിൻ അതുപോലെ തന്നെ കൂട്ടുകാരൻ ഇവർ ആ ടെസ്റ്റ് റിസൾട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ ആ ബ്ലഡ് സാമ്പിളിൽ നിന്ന് കുറച്ച് സാമ്പിള് കൂട്ടുകാരൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരൻ ടെസ്റ്റ് ചെയ്തതാണ്. നോക്കുമ്പോൾ അഹങ്കാരി പെൺകുട്ടിക്ക് മാത്രം അവർ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടില്ല, പകരം ബാക്കിയുള്ള ആൾക്കാരുടെ ദേഹത്തെല്ലാം മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. അഹങ്കാരിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ല, അതെന്താണെന്ന് അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ ജൂനിയർ പെൺകുട്ടി വില്ലനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വില്ലനോട് കാര്യം തിരക്കും. വില്ലനോട് ഭയങ്കര മാനിയായിട്ടാണ് പെരുമാറുന്നത്. എനിക്കൊന്ന് പറഞ്ഞു തരാമോ ആ മനുഷ്യന്റെ ദേഹത്ത് കുത്തിവെക്കുന്ന മരുന്ന് ഏതാണെന്ന്, അതെന്താ അത്ര സൈഡ് എഫക്റ്റ് എന്ന്. എന്നാലും വില്ലൻ പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തായാലും വിഷമിച്ച് പോണേന് മുമ്പ് വില്ലനോട് ജൂനിയർ പെൺകുട്ടി പറയും, നിങ്ങൾ ആ പാവപ്പെട്ട അഹങ്കാരി പെൺകുട്ടിയുടെ ദേഹത്ത് മരുന്ന് കുത്തിവെക്കില്ലേ, അതങ്ങോട്ട് റെഡിയായി വന്നിട്ടില്ലെന്ന്, ആരോഗ്യം വന്നിട്ടില്ലെന്ന്. ഇതും പറഞ്ഞ് അവള് പോകാൻ നിൽക്കുമ്പോൾ വില്ലൻ അവളെ വിളിച്ചിട്ട് പറയും, നീ ഒരിക്കലും എന്റെ ദുർബലതയാവാൻ പാടില്ലെന്ന്. അതായത് ഇനി അവള് തെറ്റ് ചെയ്ത് വില്ലനെ കൊണ്ട് അവളെ കൊല്ലിക്കില്ലെന്നാണ് പറഞ്ഞത്. അവൾ അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനർത്ഥം അവൾക്ക് മനസാക്ഷി ഉണ്ടെന്നാണ്. ചിലപ്പോൾ വില്ലൻ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താല്, അല്ലെങ്കിൽ അവൾക്ക് മനസാക്ഷി തോന്നിയിട്ട് എന്തെങ്കിലും ചെയ്താൽ കൊന്നു കളയാനുള്ള ചാൻസ് ഉണ്ട്, അറിയാൻ പാടില്ല. ഇതേ നേരം വില്ലന്റെ അടിയാളും അതുപോലെ തന്നെ മറ്റേ വാമ്പയർ ഇല്ലേ, ഹീറോ പിടിച്ചോണ്ട് വന്ന വാമ്പയർ, ആ വാമ്പയറിനെ കൊന്നിട്ടില്ല. പിന്നെ അടിയാളിന്റെ അടുത്ത് വില്ലൻ ഫോൺ കോളിലുണ്ട്. കുറെ അധികം വാമ്പേഴ്സിനെ അവിടെ നിരനിർത്തി വെച്ചിട്ടുണ്ട്. ഈ വാമ്പേഴ്സിനെ വെച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട്. എല്ലാരോടും ബോഡി ടെമ്പറേച്ചർ നോർമൽ ആക്കാനുള്ള ആ മരുന്ന് എടുക്കാൻ പറയുന്നുണ്ട്, വേറെ വാമ്പേഴ്സ് സെൻസ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പൊ ഇവന്മാർക്ക് എന്തോ പ്ലാൻ ഉണ്ട്, അതെന്താന്ന് അറിയാൻ പാടില്ല. ഈ നേരം നമ്മുടെ പെൺകുട്ടി, അതായത് ജൂനിയർ പെൺകുട്ടി വില്ലനെയൊക്കെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ തിരിച്ചു വരും. അവിടെ തന്നെ കുഞ്ഞു ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ പൊക്കം കൂടിയ ഡോക്ടറുണ്ട്. കുഞ്ഞു ഡോക്ടർ അവളോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഡ്യൂട്ടി ടൈമിൽ എവിടെ പോയെന്ന് ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടും. എന്നാൽ അവൻ പോയതിനു ശേഷം ആ പൊക്കമുള്ള ഡോക്ടർ ജൂനിയർ പെൺകുട്ടിയോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്നത്. അവൻ അവളോട് ചെറിയൊരു സ്നേഹമുണ്ട്, ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. അവളോട് പറയും, നീ വിഷമിക്കണ്ട, പോണേന് മുമ്പ് എന്നോട് പറഞ്ഞുവിടായിരുന്നോ, ഞാൻ ചെറുതായിട്ട് ടെൻഷൻ അടിച്ചു എന്ന്. എന്തായാലും ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടെ സംസാരിച്ച് നടന്നു പോവാണ്. അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ പയ്യന് ജൂനിയർ പെൺകുട്ടീനെ ചെറുതായിട്ട് ഇഷ്ടമാണെന്ന്. രാത്രി ആവുന്ന സമയത്ത് ഹീറോയിനും കൂടെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഹീറോയിൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ രാത്രിയുള്ള നടത്തെ. അവളിങ്ങനെ ആടി ആടി നടന്നു പോവാണ്. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ട കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നതെന്ന്. ഇവൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവള് ഭയങ്കര അഹങ്കാരി അല്ലായിരുന്നോ, എന്നാൽ ഇപ്പൊ ചാടി ചാടി പോകുന്നത് നോക്ക്. ആ സമയം സൈഡില് രണ്ട് കപ്പിൾസ് അങ്ങനെ നിന്ന് എന്താ പറയാ ക്രിഞ്ചായിട്ട് പെരുമാറാണ്. നമുക്കത് ക്രിഞ്ചായിട്ട് തോന്നുമെങ്കിലും അത് ചെയ്യുമ്പോൾ ക്രിഞ്ച് അല്ലാതാവും. അങ്ങനെ അതിൽ ആ ആണുണ്ടല്ലോ, അവൻ പറയും, അയ്യോ നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആ പൂവിന്റെ കൂട്ടത്തിൽ നിന്ന് മാറി നില്ല്, ആ പൂവിന് നിനക്ക് ഒരേ ഭംഗിയാണ്, എന്റെ പൂവെ ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് അവളെ കാണാത്ത രീതിയിൽ അഭിനയിക്കും. ആ പെൺകുട്ടി പൂവിന്റെ കൂട്ടത്തിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ പൂവിനും അവൾക്ക് ഒരേ ഭംഗിയായതുകൊണ്ട് തന്നെ പൂവിനെ അവളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്രിഞ്ചായിട്ട് പെരുമാറും. ഇത് കാണുന്ന ഹീറോയ്ക്കും ചിരി വരും. ഹീറോ ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറത്തില്ല എന്ന് പറയും. ഹീറോയിനും ഇപ്പോൾ ഒരു കപ്പിൾസിനെ പോലല്ലേ. ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്ത് ആ കപ്പിൾസ് പോയതിനു ശേഷം
അവസാനം ആ പൂവിന്റെ ഇടയ്ക്ക് പോയി നിൽക്കും. അവനോട് പറയും ആ പയ്യൻ ഇപ്പൊ ചെയ്തതുപോലെ എന്നോട് പെരുമാറാൻ. എന്നാൽ ഹീറോ പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊരു സംസാരിക്കുന്ന പൂവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഹീറോയിനെ പൂവായിട്ട് കാണാനൊന്നും അവന് പറ്റില്ല, കാരണം പൂവ് സംസാരിക്കില്ലല്ലോ, അവൾ അവിടെ പോയി നിന്ന് സംസാരിക്കുമല്ലേ. ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഹീറോ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അവളും പിന്നാലെ വരും. എന്റെ കൈ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ അവളുടെ കൈ വളച്ച് കാണിച്ചു കൊടുക്കും, അതായത് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കും. അത് ഞാൻ നേരെയാക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ അവളുടെ കൈ പിടിക്കുകയാണ്. അവളെ നടന്നു പോവാണ്. അവൾക്ക് നല്ല നാണം വരുന്നുണ്ട്, കാരണം ഹീറോ കൈ പിടിച്ചിട്ടല്ലേ നടന്നു പോകുന്നുണ്ട്. അവളും പിന്നാലെ തുള്ളി തുള്ളി പോവുകയാണ്. ഈ നേരം ഹോസ്പിറ്റലില് പുതിയ ഡോക്ടറില്ലേ, അവനൊരു വാമ്പയർ ആണല്ലോ, അവൻ എന്തോ ക്ഷീണം പോലെ, അതുകൊണ്ട് തന്നെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, 32 ആയിട്ടുണ്ട്. നോർമൽ ആണെങ്കിൽ 37 ആണ്, എന്നാൽ 32 ആയിട്ടുണ്ട്. ആ മരുന്നിന്റെ എഫക്റ്റ് കുറഞ്ഞു വരികയാണ്. മരുന്ന് എടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഡോറൊക്കെ അടച്ച് കർട്ടനൊക്കെ അടച്ചിട്ട് മരുന്ന് എടുക്കുകയാണ്. ആ സമയം നമ്മുടെ വലിയ ഡോക്ടർ ഉണ്ടല്ലോ, പൊക്കം കൂടിയ ഡോക്ടർ, ആ പെൺകുട്ടിയോട് ക്രഷുള്ള ഡോക്ടർ, ആ ഡോക്ടർ അതുവഴി നടന്നു പോകുന്നുണ്ട്. അവൻ എന്തോ മൂളലും ചീറ്റലും കേൾക്കുകയാണ്. ഈ മരുന്നെടുക്കുമ്പോൾ ഒരുപാട് വേദനയാണല്ലോ, ആ വേദന കാരണം അവൻ വിളിക്കുന്നതാണ്. പതിയെ അതിന്റെ അകത്തൂടെ നോക്കുമ്പോൾ അവൻ വാമ്പയർ ആയിട്ട് ആ വേദന കാരണം പെടയുന്നത് അവൻ കാണും. യവൻ ഈ നോക്കി നിൽക്കുന്നത് കാര്യം പുതിയ ഡോക്ടറും കാണുന്നുണ്ട്. പുതിയ ഡോക്ടർ കണ്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ വലിയ ഡോക്ടർ അവിടെ നോടും. ഓടി ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ്. ഇനിയിപ്പം ആ ഡോക്ടർ ഇത് കണ്ടത് കൊണ്ട് തന്നെ പുതിയ ഡോക്ടർ അവനെ വന്ന് കൊന്നു കളയോ അറിയാൻ പാടില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇതും കാണിച്ചുകൊണ്ടാണ് 17ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.